വെൽക്കം ടു റംഷി വ്ലോഗ്സ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരുപാട് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അംബികേച്ചിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് നാളായുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ അതിനിടയിൽ എനിക്ക് നിങ്ങളോടൊരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് മണിക്കുട്ടന് ക്ലാസ് ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. ക്ലാസ്സുള്ള സമയത്ത് രാവിലെ തന്നെ വീഡിയോ എടുക്കലും എല്ലാം കൂടെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് ഇല്ലാത്തൊരു ദിവസം ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ. ഉഴുന്ന് ദോശയുടെ മാവ് റെഡിയാക്കി വെച്ചതുണ്ടായിരുന്നു. തലേ ദിവസമല്ല, അതിൻ്റെ തലേ ദിവസം ഉണ്ടാക്കിയതാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇതിൻ്റെ തലേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള മാവാണ് കേട്ടോ. അപ്പോൾ ദോശയാണെങ്കിൽ മുരിച്ചു കൊടുക്കുകയാണെങ്കിൽ കറിയൊന്നും ഇല്ലാതെ തന്നെ മണിക്കൂട്ടന് ഇഷ്ടമാണ്. നെയ് റോസ്റ്റ് പോലെ ഉണ്ടാക്കി കൊടുത്താൽ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. സ്കൂളില്ലാത്ത ദിവസം നമ്മൾ കുറച്ച് നേരം കൂടെ കിടന്നിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കൽ. സ്കൂളുണ്ടെങ്കിൽ 9 മണിയാകുമ്പോഴേക്കും സ്കൂളിലേക്ക് പോകണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് അത് കൊടുത്തയക്കും വേണം. അപ്പം വീഡിയോ എടുക്കലും എല്ലാം കൂടെ നടക്കൂല. അല്ലെങ്കിലും വീഡിയോ എടുക്കാനൊരു മടിയുള്ള കൂട്ടത്തിലാണ് വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ കേട്ടോ. റെസിപ്പീസ് എങ്ങനെ എടുത്ത് ശീലമായതുകൊണ്ട് വ്ളോഗ് എടുക്കാൻ എന്തോ ഭയങ്കര മടിയാണ്. ഇപ്പോൾ ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. തലേന്നത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾക്കും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് കുക്കിങ്ങൊക്കെ ഭയങ്കര എന്താ പറയുക, മടി പിടിച്ചൊരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. കുക്കിങ്ങൊന്നും മെയിനായിട്ട് നമ്മളിതിൽ കാണിക്കണേ ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനിടയിൽ കുറച്ച് തേങ്ങാ ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അംബികേച്ചി സാമ്പാർ കൊണ്ടുതരാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. ഒരു സാമ്പാർ വെക്കുമ്പോൾ അവർ എന്തായാലും അത് രാവിലെ തന്നെ നമുക്ക് കൊണ്ടുതരും. നമ്മൾ എത്ര ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇല്ലുവിന് നല്ല ഇഷ്ടമാണ് അമ്മയും അംബികേച്ചിയൊക്കെ ഉണ്ടാക്കിയ സാമ്പാർ. അപ്പോൾ അത് കൊണ്ടുതരാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ അംബികേച്ചിൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ടോ. ഫോണിൽ തീരെ ചാർജ് ഉണ്ടായില്ല, അപ്പോൾ കറണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ചാർജൊക്കെ ചെയ്തിട്ട്, അപ്പം അംബികേച്ചി ഇവിടെ ഒരു അടിപൊളി ഐറ്റമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫോണൊക്കെ ചാർജ് ചെയ്ത് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലക്കി ബാമ്പു കണ്ടോ, ഇതൊരു കള്ളിൻ്റെ കുപ്പിയിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ വന്ന ഫസ്റ്റ് നോക്കണൊരു സംഭവമാണിത്. ഒരു കള്ളിൻ്റെ കുപ്പിയാണ്. ആ കുപ്പിൻ്റെ ഒരു ഭംഗി എന്ത് ഭംഗിയാണെന്നറിയോ. ലക്കി ബാമ്പു ആയതുകൊണ്ട് തന്നെ അതിലിങ്ങനെ കാണുമ്പോൾ 2 തണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നെടുത്തിട്ട് മണ്ണിലേക്ക് വെച്ചു എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അംബികേച്ചിക്ക് രണ്ടാമതും അതുപോലൊരു ബൗളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എറണാകുളത്ത് അമ്മൂന് കൊടുത്തു എന്ന് പറഞ്ഞു. അമ്മു വന്നപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു ആ ബ്രാൻഡ് അടിക്കണ കള്ളൻ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. അംബികേച്ചി നഴ്സാണല്ലോ, അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ നിന്നാണ് ഇത് കിട്ടിയത്. അപ്പം ആ ഒരു ബ്രാൻഡ് അടിക്കണ ആൾ സ്ഥിരമായിട്ട് അവിടെ വരുന്നുണ്ട്. ഒരു കുപ്പിയും കൂടെ എനിക്ക് കൊണ്ടുതരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. കള്ളിൻ്റെ കുപ്പി നമുക്ക് വീട്ടിൽ വെക്കാനൊന്നും പറ്റില്ല, എന്നാലും കാണുമ്പോൾ നല്ലൊരു ഭംഗി. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോടൊരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഞാൻ ആദ്യം പറയാം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ സ്വന്തം വീട് പെരിന്തൽമണ്ണ ആണല്ലോ. അപ്പോൾ ഞങ്ങളുടെ പെരിന്തൽമണ്ണയിൽ ഷവർമ്മയ്ക്കും ഫലൂദയ്ക്കും പേര് കേട്ടൊരു ഷോപ്പുണ്ട് കേട്ടോ. മലബാർ ഗോൾഡിന് നേരെ ഓപ്പോസിറ്റായിട്ട് ബിഗ് ഫലൂദ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവർ പെരിന്തൽമണ്ണ വാവാസ് മാളിൽ പുതിയൊരു ഷോപ്പും കൂടെ തുടങ്ങിയ സമയത്ത്, ഇനാഗുറേഷൻ്റെ സമയത്ത് ചീഫ് ഗസ്റ്റായിട്ട് എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണത്. ഞാനിപ്പോൾ ഫേസൊക്കെ റിവീൽ ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അപ്പം ഇനാഗുറേഷൻ ഞങ്ങളുടെ MLA നജീബ് കാന്തപുരായിരുന്നു. അപ്പോൾ നജീബ് ഖാൻ്റെയും പിന്നെ മുൻ മന്ത്രി നാലകത്ത് സൂപ്പിയായിരുന്നു ചീഫ് ഗസ്റ്റ്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ ഇങ്ങനെ ഒരു ഇനാഗുറേഷനിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ നമ്മളവിടുന്ന് അവരുടെ ഒരുപാട് വെറൈറ്റികളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനന്ന് അവിടുന്ന് നജീബ് ഖാനോടൊക്കെ ഒരുപാട് സംസാരിച്ചു. പിന്നെ നമ്മുടെ സൂപ്പി സാറിനോട്, അപ്പം
അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് ബിഗ് ഫലൂദ ടീമാണ്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് ഒരിക്കൽ കൂടെ താങ്ക്സ് പറയാണ്. പിന്നെ നിങ്ങൾ പെരിന്തൽമണ്ണ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കയറി നോക്കേണ്ട ഒരു ഷോപ്പാണ് കേട്ടോ. ഷവർമ്മ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഫലൂദ ഇഷ്ടമാണെങ്കിൽ അതിൽ വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് നല്ല പോലെ ഇഷ്ടമാവും. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടിട്ട് വരേണ്ടി വരില്ല, തിരിച്ചു വരേണ്ടി വരില്ല. അപ്പോൾ അന്നത്തെ ദിവസം എൻ്റെ അമ്മായിയും ഹസ്ബൻഡും അവരുടെ ഉപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനാഗ്രേഷൻ്റെ സമയത്ത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി അവരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ. അപ്പോൾ നമുക്ക് അവരുടെ സ്പെഷ്യൽ ഫലൂദകളൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നു. നമുക്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല, എന്നാലും ജസ്റ്റ് ടേസ്റ്റ് ചെയ്തു. അപ്പം അവരുടെ റോയൽ ഫലൂദ, വൈറ്റ് ഫലൂദ, മലബാർ ഫലൂദ, ബിഗ് ഫലൂദ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പിന്നെ ഷവർമയിലും ഒരുപാട് വെറൈറ്റി ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഷോപ്പിൽ ലേസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഒന്ന് കയറിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഐറ്റംസ് ഫലൂദയും ഷവർമയാണെങ്കിൽ ക്ലബ് സാൻഡ്വിച്ചും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ജ്യൂസസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോണ സമയത്ത് ഒന്ന് കയറി നോക്കുക. നമ്മുടെ ജാംജൂം ഉണ്ടല്ലോ, വാവാസ് മാളിൽ ജാംജൂമിൻ്റെ തൊട്ടടുത്തായിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങളൊരു ഷവർമ ലവർ ആണെങ്കിൽ മസ്റ്റായിട്ടും കയറി നോക്കേണ്ട ഒരു ഷോപ്പാണ് കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നത് ഈ ഷവർമ കണ്ടപ്പോൾ കൊതി വന്നിട്ടാണ്. അപ്പോൾ ഒന്ന് കയറി നോക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ നജീബ് ഖാൻ്റെ അടുത്തും സൂപ്പി സാറിൻ്റെ അടുത്തൊക്കെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ അംബികേച്ചി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വേഗം നിങ്ങളെ പിടിച്ച് വലിച്ച് ഇനാഗ്രേഷന് കൊണ്ടുപോയല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അംബികേച്ചിയുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പം എന്താ ഉണ്ടാക്കുന്നറിയോ, ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനൊരു ഐറ്റം കാണുന്നത്. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നമ്മൾ കൂണ്, അതായത് മഷ്റൂമൊക്കെ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും മസാലയൊക്കെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇതൊരു കൂൺ താളിച്ചതാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്പിയേച്ചിക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അമ്പിയേച്ചിൻ്റെ അമ്മാവൻ്റെ മോളാണ്. അപ്പോൾ അവരെ കണ്ടപ്പോൾ അമ്പിയേച്ചി ഇന്ന് ലീവാക്കിയതാണ്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു. കഞ്ഞിവെള്ളം ഒന്നല്ല കേട്ടോ, സാധാരണ പച്ചവെള്ളം. എന്നിട്ട് അതിലേക്ക് കൂണിട്ടിട്ട് താളിച്ചെടുക്കാം, നല്ലപോലെ വേവിച്ചെടുക്കാം, മൂടി വെച്ചിട്ട്. അത്രേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. നമുക്കറിയാമല്ലോ കൂണിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് ആ ഒരു വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് കറിയായിട്ടൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും, എന്നാൽ നല്ല ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാട്ടെ ഇങ്ങനെ ഒരു റെസിപ്പി കാണുന്നത്. കൂൺ താളിച്ചതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു റെസിപ്പി ഉണ്ടോ എന്ന് ഞാനൊന്ന് ഷൂട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്താണ്. വേണോട്ടനും മനു അവിടെ എന്തോ നല്ല വർത്താനത്തിലാണ് കേട്ടോ. ബേച്ചി കൂണൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഞാൻ പറഞ്ഞു ടേസ്റ്റ് ചെയ്ത് നോക്കണതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര നാണം വന്നു. നമ്മളെപ്പോഴും കുറേ ആയില്ലപ്പോൾ വ്ളോഗ്സൊക്കെ എടുത്തിട്ട്. അപ്പം അവരുടെ റിലേറ്റീവ്സൊക്കെ പറയലുണ്ട് നമ്മളെ വീഡിയോസ് കാണുമ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നല്ല സന്തോഷമായിട്ടോ, എല്ലാവരും കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ താഴെ വന്നപ്പോഴേക്കും താഴെ എളാപ്പാൻ്റെ മോൻ്റെ അടുത്ത് വലിയ സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനും പയറും മല്ലിയിലും കറിവേപ്പിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ അതൊന്നും ഉണ്ടാക്കണില്ല. മല്ലിയിൽ ഇതുപോലൊരു കുപ്പിയിലേക്ക് അങ്ങനെ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പേപ്പറിലൊക്കെ ചുറ്റി വെക്കുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പേപ്പറിലൊക്കെ ചുറ്റി വെക്കുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞു പോകലാണ്. ഇങ്ങനെ വെക്കുമ്പോഴാണ് ഒന്നും കൂടെ ചെയ്യാതെ കുറേ കാലം നിന്നിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ കറിവേപ്പിലാണെങ്കിലും കഴുകൊന്നും ചെയ്യാതെ അങ്ങനെ തന്നെ ഒരു ഡപ്പയിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് കഴുകുകയാണ് കേട്ടോ ചെയ്യാം. അപ്പം ഇന്ന് ലഞ്ചിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. തലേന്നത്തെ കുറച്ച് ചോറ് ഫ്രിഡ്ജിലുണ്ട്, അത് തിളപ്പിച്ച് ഊറ്റാണ്. പിന്നെ കുറച്ച് പയറുപ്പേരി ഉണ്ടാക്കണം. പിന്നെ അംബികേച്ചിൻ്റെ സാമ്പാറും ഉണ്ട്. പിന്നെ കുറച്ച് തൈരും. നോൺ വെജ് ഒന്നും ഇല്ല കേട്ടോ. ചിക്കൻ ഉണ്ട്, വേണമെങ്കിൽ ഫ്രൈ. അപ്പോൾ ഒന്നും എടുക്കണില്ല. നമ്മളിപ്പോൾ ഡയറ്റിംഗ് ഒക്കെ തുടങ്ങിയതുകൊണ്ട്
നമുക്ക് നോൺ വെജ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആദ്യമൊക്കെ ഇത് ചിലപ്പോൾ എൻ്റെ ഉമ്മയും ഇവിടെ 2 ഉമ്മമാരൊക്കെ കാണുമ്പോൾ അന്തം വിടും, ഇവളെങ്ങനെ ഇങ്ങനെ ആയിന്ന്. എനിക്ക് നോൺ വെജ് ഇല്ലാതെ ഫുഡ് കഴിക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധി. ചെറിയൊരു മീനെങ്കിലും വേണം, ഉണക്കമീനൊന്നും കഴിക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഡയറ്റിങ് ഇതാണ്. നമ്മൾ ഇപ്പോൾ ഡയറ്റിങ്ങിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടും അതിനോട് അങ്ങോട്ട് നീതി പുലർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസിന് ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പോൾ മണിക്കുട്ടന് ആപ്പിൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് സോപ്പിട്ടിട്ടൊക്കെ കഴുകിയിട്ടുണ്ട്. ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്, തൊലി കളയാതെ യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും സോപ്പ് ഉപയോഗിച്ച് കഴുകണം എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ കഴുകി ഇവന് തൊലി കളഞ്ഞിട്ട് തന്നെ കേട്ടോ കൊടുത്തത്, അവന് തൊലി ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തക്കാളി അതൊക്കെ അങ്ങനെ സോപ്പ് ഉപയോഗിച്ച് കഴുകലുണ്ട്. എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല, അങ്ങനെ കേട്ടപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാം. അതിനിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഉപ്പേരി കുറച്ച് വേവിക്കാൻ വെച്ചിട്ട് പാത്രങ്ങളൊക്കെ ഉള്ളത് കഴുകി വെച്ച്. പിന്നെ ഞാൻ ലഞ്ച് ഇങ്ങനെ തട്ടിക്കൂട്ടാൻ കാരണം വൈകുന്നേരം നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ റിവ്യൂ എടുക്കാൻ വേണ്ടി പോകണം, മലപ്പുറത്തുള്ള റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ അതുകൊണ്ട് ഉച്ചത്തേക്ക് ഇങ്ങനെ തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. ഏതായാലും ഡയറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് ബാലൻസ് ചെയ്ത് പോകണമല്ലോ. ഉച്ചക്കും നമ്മൾ ഹെവി ആയിട്ട് കഴിക്കുക, രാത്രി ഹെവി ആയിട്ട് കഴിക്കുമ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാണ് കേട്ടോ. മണിക്കൂട്ടൻ ഒരു ദോശ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് പിന്നെ അവനിങ്ങനെ മെല്ലെ മെല്ലെ ഇരുന്ന് കൊടുക്കണം. അപ്പോൾ അവനത് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കഴിക്കുമായിരിക്കും, അറിയില്ല. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ അവന് കഴിക്കുന്നുണ്ട്. അവൻ ആ സാമ്പാറിൻ്റെ മുകളിലുള്ള വാഴേൻ്റെ ഇല ഉണ്ടല്ലോ, അതങ്ങനെ കട്ട് ചെയ്തിട്ട് അറിയാതെ അങ്ങനെ കഴിച്ചു. പിന്നെ എൻ്റെ വ്ളോഗ്സൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർ നേരിട്ട് കാണുമ്പോൾ ചോദിക്കലുണ്ട്, മോനിപ്പോൾ ഫോണിൽ, നമ്മൾ അറിയുന്ന ആൾക്കാർ കേട്ടോ, ഫോണിലൊക്കെ കളിക്കലുണ്ടോ, ഫോൺ അന്ന് കൊടുത്തിരുന്നില്ലല്ലോ എന്നൊക്കെ. ഫോണൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഫോൺ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവനെ മാത്രം ശരിയാക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നന്നാക്കണമെങ്കിൽ എല്ലാ കുട്ടികളെയും നന്നാക്കണം. കാരണം നമ്മളൊരു പ്രോഗ്രാമിനൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമിലിയിലൊക്കെ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ പോകുമ്പോൾ എല്ലാ കുട്ടികളുടെ അടുത്തും ഉണ്ടാവും ഫോണ്. അപ്പോൾ പിന്നെ പറയും എൻ്റെ അടുത്ത് മാത്രമല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും. അപ്പോൾ നമ്മൾ കൊടുക്കും. അങ്ങനെ ഓരോന്ന് കണ്ട് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അവർ വിടൂലല്ലോ. എപ്പോഴെങ്കിലുമൊക്കെ ഫോൺ കൊടുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഫുഡ്സൊക്കെ ആണല്ലേ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലപ്പുറത്തൊരു റെസ്റ്റോറൻറ്റ് വീഡിയോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ മലപ്പുറം കുന്നുമ്മലുള്ള മുസല്ല എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്തിട്ടില്ല. അവരുടെ വെറൈറ്റി ആയിട്ടുള്ള ടിക്കകളും പിന്നെ അൽഫാംസും മന്തി റൈസൊക്കെ നല്ല ഫ്ലേവറുള്ള റൈസായിരുന്നു. പിന്നെ ബീഫ് റിബ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇല്ലുവിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും ഞാനും ഇല്ലും മോനും കൂടെ ആട്ടോ പോയത്. അപ്പോൾ അവരുടെ ഉമ്മാൻ്റെ അടുത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് ഞങ്ങൾ പാർസലാക്കി കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത്. എന്തായാലും അടിപൊളിയായിരുന്നു, ഫുഡൊക്കെ നന്നായിട്ട് ഇഷ്ടമായി. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇൻസ്റ്റയിൽ ഇനി ചെയ്യൂ കേട്ടോ, ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് മലപ്പുറം കുന്നുമ്മലാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത്. അപ്പോൾ ഇതിലൂടെ പോകുമ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഇറങ്ങി വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്